മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് 11 മണിക്കാണ് ബജറ്റ് അവതരണം. തുടർച്ചയായ 7ാം തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് പുറമെ ആദായ നികുതി സ്ലാബ് ഉയർത്തിയേക്കുമെന്നും സൂചനയുണ്ട്. 11 മണിക്കാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് 11 മണിക്ക് അവതരിപ്പിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. സാമ്പത്തിക വളർച്ച 7% ഉയർത്താനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7 ഉയർത്താം എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അത് പ്രകാരം ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. നിർമ്മല സീതാരാമന്റെ 7ാമത്തെ ബജറ്റാണ് എന്ന പ്രത്യേകതയും ഉണ്ട്. ഇന്നത്തെ സമ്പൂർണ്ണ ബജറ്റോടെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച നേട്ടത്തിലേക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമനും എത്തുകയാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. KP അഭിലാഷ് ചേരുന്നു വിവരങ്ങളുമായി. KP, ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 7ാമത്തെ ബജറ്റ് ആകുമ്പോൾ അത് ചരിത്രപരമായ ഒരു ബജറ്റായി മാറുന്നത് ഏറ്റവും കൂടുതൽ ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചു എന്ന നേട്ടത്തിലേക്ക് നിർമ്മല സീതാരാമൻ കൂടി എത്തുന്നു. അതും ഒരു വനിതാ ധനമന്ത്രി എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചത് ഈ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടാകുമോ എന്നുള്ളതാണ്. പൊതുവെ സാമ്പത്തിക വിദഗ്ധർ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷിക്കുന്നത്. അതിന് ഒരു കാരണം കഴിഞ്ഞ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു, ഫെബ്രുവരി മാസത്തിൽ ആയിരുന്നു. സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ജനപ്രിയമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ കഴിഞ്ഞ ബജറ്റ് അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. കാര്യമായ ജനക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നില്ല. ഒരുപക്ഷെ BJP മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി 400-ലധികം സീറ്റുകൾ നേടുമെന്ന ആ അമിത ആത്മവിശ്വാസം ആയിരുന്നിരിക്കാം അത്തരത്തിൽ കാര്യമായ പ്രഖ്യാപനങ്ങളിലേക്ക് പോകാതിരിക്കാൻ കാരണം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ BJPക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. ആ പോരായ്മ എങ്ങനെ പരിഹരിക്കും എന്നതാണ് ഇനിയുള്ള ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത്. അപ്പോഴും അശ്വതി, നമുക്കറിയാം ഇനിയും NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 5 വർഷം മുന്നിൽ ഉണ്ട്. പക്ഷേ അതൊരു ഘടകകക്ഷികളുടെ കൂടെ പിന്തുണയോട് മുന്നോട്ട് പോകുന്ന സർക്കാർ ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള 5 വർഷങ്ങളിലും കാര്യമായ പ്രഖ്യാപനങ്ങൾ, ജനക്ഷേമ പദ്ധതികളൊക്കെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ ബജറ്റിനുള്ള ഒരുക്കങ്ങൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അല്പസമയം മുമ്പ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിൽ ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരോടൊപ്പമുള്ള ഫോട്ടോ സെഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇനി രാഷ്ട്രപതിയെ ആണ് കാണുന്നത്. ദ്രൗപദി മുർമുവിനെ കണ്ടതിന് ശേഷം ബജറ്റ് അവതരണത്തിനുള്ള അനുമതി തേടും. ഒപ്പം അടിയന്തരമായ ഒരു മന്ത്രിസഭാ യോഗം പോലെയുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അതിനുശേഷം 11 മണിയോടുകൂടിയാണ് ബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും ഈ ബജറ്റ് അവതരണത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് നികുതി ഭാരം ഉയർത്തുമോ എന്നുള്ളതാണ്. അതായത് സാധാരണക്കാരായ ആളുകളിലേക്ക് കൂടുതൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനത്തിന് സാധ്യതയില്ല. മറിച്ച് കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ നികുതി ഏൽപ്പിക്കുക, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിന്, സാമ്പത്തിക മാറ്റത്തിന് സർക്കാർ തയ്യാറാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന് ആദായ നികുതി സ്ലാബാണ്. ഇപ്പോൾ തന്നെ വ്യത്യസ്തമായ സ്ലാബുകൾ തെരഞ്ഞെടുക്കുവാനുള്ള അവസരം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ആദായ നികുതി പരിധി ഉയർത്തുമോ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് മലയാളികൾ നിക്ഷേപം എന്ന നിലയിലും അതോടൊപ്പം തന്നെ ജീവിത സൗകര്യങ്ങളുടെ ഭാഗമായും ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നവരാണ്. ഈ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കണം എന്ന ആവശ്യം പൊതുവെ വ്യാപാരികൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വർണത്തിന് വില വർദ്ധിക്കുകയും സ്വർണ്ണ വിപണിയിൽ ഇത് ഒരു പരിധിവരെ ഇടിവ് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇറക്കുമതി തീരുവ കുറയ്ക്കുകയാണെങ്കിൽ സ്വർണ്ണ വിപണി കൂടുതൽ ഊർജിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതും എടുത്തു നോക്കുന്നുണ്ട്. എന്തായാലും ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെയും ധനമന്ത്രി നിർമ്മല സീതാരാമനെയും സംബന്ധിച്ചിടത്തോളം
രാജ്യം സാമ്പത്തിക ഭദ്രതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അടക്കം GST, യഥാർത്ഥ GST, പ്രത്യക്ഷ നികുതി വരുമാനം എന്നിവ രണ്ടും സർവകാല റെക്കോർഡിൽ ആണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഓരോ വർഷവും കൂടുതൽ തുക GST-യിലൂടെയും പ്രത്യക്ഷ നികുതിയിലൂടെയും നേടാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, റിസർവ് ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2.1 ലക്ഷം കോടി രൂപ ആണ് ലാഭവിഹിതം ആയി കേന്ദ്ര സർക്കാരിന് കൈമാറിയത്. ഇതെല്ലാം തന്നെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഉദാഹരണമായി പറയാം. മാത്രവുമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായ പ്രഖ്യാപനങ്ങളോ ജനപ്രിയമായ പ്രഖ്യാപനങ്ങളോ, അതായത് വോട്ടിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളോ കേന്ദ്ര ഖജനാവിന് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളോ കഴിഞ്ഞ തവണ നടത്തിയിട്ടില്ല. ഇത് തന്നെയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിലും പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കിന്റെ ഇടപെടലും നാണ്യപ്പെരുപ്പം പണപ്പെരുപ്പം ഉൾപ്പെടെ കുറയ്ക്കുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സർക്കാരിന് വലിയ, അതായത് ജനക്ഷേമ പ്രവർത്തികൾ കൂടുതൽ ഊർജിതമാക്കുവാൻ സാധിക്കുന്ന അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇന്നലെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച സർവേ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ GDP എന്നത് 6.5% മുതൽ 7% വരെയായിരിക്കും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളുമായി പരിശോധിക്കുമ്പോൾ അത് തുലവും കുറവാണ്. 8% അതിന് മുകളിലോ ആയിരുന്നു. അവിടെ എടുത്തു പറയേണ്ടത്, ഈ കോവിഡിന് ശേഷം ലോകത്താകമാനം ഉണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം എന്നത് ഇന്ത്യയെ കൂടുതലായി ബാധിക്കും എന്ന ഒരു പൊതുവിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റിച്ചുകൊണ്ടുള്ള ഒരു വളർച്ച ഇന്ത്യക്ക് ഈ ഘട്ടങ്ങളിൽ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പിന്തുടർച്ച ഇപ്പോഴും ഉണ്ടാകും എന്നാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ, അതായത് ഗ്രാമീണർ, സ്ത്രീകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവർക്കുള്ള ക്ഷേമ പദ്ധതികൾ വർദ്ധിപ്പിക്കണം എന്നാണ് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ അസുഖബാധിതരാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതാകട്ടെ പോഷകാഹാരക്കുറവ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരു പക്ഷേ പ്രത്യേകമായ പാക്കേജുകൾ അടക്കം ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കാം എന്ന സൂചനകളുണ്ട്. കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത് കാർഷിക മേഖലയിൽ നിന്നായിരുന്നു എന്ന് നമുക്കറിയാം. മാത്രവുമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുമ്പോൾ കാർഷിക മേഖലയിൽ വലിയ തോതിൽ BJP തിരിച്ചടി നേരിട്ട പശ്ചാത്തലം ഉണ്ടാകുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ PM കിസാൻ പദ്ധതി പ്രകാരം നമുക്കറിയാം 6000 രൂപ പ്രതിവർഷം അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇത്തരം പദ്ധതികൾ കൂടുതലായി, അതായത് കർഷകരിലേക്ക് നേരിട്ടെത്തുന്ന ആനുകൂല്യങ്ങൾ ആയിരിക്കുമോ അതിന് പകരം പരോക്ഷമായ പ്രഖ്യാപനങ്ങൾ ആയിരിക്കുമോ ഉണ്ടാവുക എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊന്നാണ്. ഇതോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കേണ്ടത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്വർണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ കേരള സർക്കാർ ഉറ്റുനോക്കുന്ന ചില പദ്ധതികൾ കൂടിയുണ്ട്. അത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത് എന്ന് അറിയാം. അത് സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയിലേക്ക് അടക്കം ഈ വിഷയം എത്തുകയും അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് പ്രത്യേകമായി തുക അനുവദിക്കുകയും ഒക്കെ ചെയ്തതാണ്. നേരത്തെ ഈ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുമായി കേന്ദ്രമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ച നടത്തുകയും ഓരോ സംസ്ഥാനത്തിന്റെയും ആവശ്യങ്ങൾ അടക്കം രേഖാമൂലം സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലടക്കം കേന്ദ്രത്തിന് മുന്നിൽ കേരളത്തിന്റെ ആവശ്യം എന്നത് പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്നതാണ്. അങ്ങനെ ഒരു പാക്കേജ് അനുവദിക്കുമോ എന്നത് തന്നെയാണ് കേരള സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, ഒരുപക്ഷെ കേരളത്തിന്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമായത് കഴിഞ്ഞ ദിവസമാണ്. വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ രാജ്യത്തിന്റെ തന്നെ വളർച്ചയിൽ നിർണായകമായേക്കാമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന വികസന പദ്ധതിയാണ് വിഴിഞ്ഞം. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ തുടർച്ചയ്ക്ക് വേണ്ടി എത്ര തുകയായിരിക്കും കേന്ദ്ര സർക്കാർ ബജറ്റിൽ അനുവദിക്കുക എന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അശ്വതി, നമുക്കെല്ലാം നേരിട്ട് അനുഭവമുള്ളതാണ് ഇപ്പോൾ ഇതാ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബജറ്റ് അവതരണത്തിന് മുമ്പ് ധനമന്ത്രി, അതോടൊപ്പം തന്നെ ബജറ്റ് ധനമന്ത്രിമാർ, സഹമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ആണ് ഏറ്റവും അധികം തിരക്കിൽ ആകുന്ന സമയം കൂടിയാണിത്. ഇപ്പോൾ പേപ്പർലെസ് ആയാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്, ഡിജിറ്റൽ ആയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലും പറയുന്നത് ഈ ഡിജിറ്റലൈസേഷൻ എന്നത് രാജ്യത്തിന് വലിയ തോതിൽ സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ്.
ഈ ബജറ്റ് കഴിഞ്ഞ കുറെ നാളുകളായി ഡിജിറ്റൽ ആയിട്ടാണ് അവതരിപ്പിക്കുക. പണ്ട് ഈ ബജറ്റിന്റെ കോപ്പിയുമായി എത്തുന്നത് എങ്കിൽ ഇപ്പോൾ അത് ലാപ്ടോപ്പ് അങ്ങനെയൊക്കെയുള്ള സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ബജറ്റ് അവതരണത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ബജറ്റിന്റെ കോപ്പി എന്നത് ഡിജിറ്റൽ കോപ്പി മാത്രമാണ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള കോപ്പികൾ മാത്രമാണ് ലഭിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഡിജിറ്റൽ കോപ്പി മാത്രമാണ് ലഭിക്കുക, പുസ്തക രൂപത്തിലുള്ള റിപ്പോർട്ട് അല്ല, ബജറ്റ് അല്ല ഇപ്പോൾ ലഭിക്കുക. എന്തായാലും ധനമന്ത്രി ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇത് ബജറ്റ് അവതരണത്തിന്റെ ഒരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ് എന്ന് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. ബജറ്റ് ഇനി അംഗീകരിച്ച് കഴിഞ്ഞ ഒരു ബജറ്റ് തന്നെയാണ്. അതുകൊണ്ട് 11 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിക്കുക. ഒപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ ഇപ്പോൾ ഈ ദേശീയപാതാ വികസനം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് എടുത്തറിയേണ്ടത്. ഒപ്പം കേന്ദ്രവും കേരളവും തമ്മിൽ അഭിപ്രായ ഭിന്നത നിൽക്കുന്ന മറ്റൊരു പദ്ധതിയാണ് കെ-റെയിൽ പദ്ധതി. ഈ കെ-റെയിൽ പദ്ധതി നടപ്പിലാക്കും അല്ലെങ്കിൽ അത് മുന്നോട്ട് തന്നെ പോകും എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇപ്പോൾ കേരളത്തിലുണ്ട്. ആ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പറയുന്നത് അത് സാധ്യമല്ല എന്നാണ്. അങ്ങനെ കെ-റെയിലിൽ ഏതെങ്കിലും തരത്തിലുള്ള മനംമാറ്റം കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുമോ? അല്ല എങ്കിൽ തീർച്ചയായും പാതി ഇരട്ടിപ്പിക്കൽ പോലെയുള്ള പദ്ധതികളിലൂടെ മാത്രമേ കേരളത്തിന്റെ റെയിൽ വികസനം എന്നത് ഇനി സാധ്യമാകൂ. കാരണം വന്ദേ ഭാരത് പോലെയുള്ള അതിവേഗ ട്രെയിൻ സർവീസുകൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉള്ളതും 100%-ലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്നത് കേരളമാണ്. അതുകൊണ്ട് റെയിൽവേ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കേരളത്തിന് വേണ്ടി ഉണ്ടാകുമോ എന്നുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതെല്ലാം പ്രതീക്ഷകൾ മാത്രമാണ്. അല്പസമയത്തിനകം മാത്രമാണ് എന്തായിരിക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ തുടർച്ചയായ ഏഴാമത്തെ ബജറ്റ് അവതരണത്തിൽ കരുതി വെച്ചിട്ടുണ്ടാവുക എന്നതും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം എടുത്തു പറയേണ്ടത് ഈ ധനമന്ത്രിമാരുടെ പട്ടിക പരിശോധിച്ചാൽ മൊറാർജി ദേശായിയാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. 10 തവണ അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് പി ചിദംബരം, മുമ്പ് ധനമന്ത്രിയായിരുന്ന പി ചിദംബരം 9 തവണ ബജറ്റ് അവതരിപ്പിച്ച ആളാണ്. മുൻ രാഷ്ട്രപതി കൂടിയായ പ്രണബ് മുഖർജി 8 തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. എന്തായാലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, പക്ഷേ ഇവരൊന്നും തുടർച്ചയായല്ല ഈ ബജറ്റ് അവതരിപ്പിച്ചത് എന്നതുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 7 തവണ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിക്കുന്നവരുടെ പട്ടികയിലേക്ക് എത്തുന്നത്. ഒപ്പം ഒരു വനിതാ ധനമന്ത്രി ഇത്തരത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്നു, ഇത്രയധികം ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന ചരിത്രപരമായ പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ബജറ്റിന്. അശ്വതി, അതാണ് KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ധനമന്ത്രി പാർലമെന്റിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുന്ന നേട്ടത്തിലേക്ക് ഇന്ന് എത്തുകയാണ്. ഇന്നത്തെ സമ്പൂർണ്ണ ബജറ്റോടെ സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ 7 ബജറ്റുകൾ അവതരിപ്പിച്ച നേട്ടത്തിലേക്ക് CD ദേശ്മുഖിനൊപ്പം ധനമന്ത്രി നിർമ്മലാ സീതാരാമനും എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട്. KP അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, നേരത്തെ അഭിലാഷ് പറഞ്ഞു പോയതുപോലെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ 6.5 മുതൽ 7% എന്ന അനുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തിയിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് അത് കുറവാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞു 2021-22 അത് 9.7% ആയിരുന്നു. 22-23 ആയപ്പോൾ അത് 7%, 23-24 ആയപ്പോൾ 8.2 ആയിരുന്നു കഴിഞ്ഞ തവണത്തേത്. ഇത്തവണത്തെ എത്തിയപ്പോൾ ഇത് കുറയാനുള്ളൊരു സാഹചര്യം, അത് രാജ്യാന്തര സാഹചര്യങ്ങൾ പ്രതികൂലമായത് തന്നെയാണോ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഒരു കുറഞ്ഞ വളർച്ച അല്ലെങ്കിൽ താരതമ്യേന കുറഞ്ഞ വളർച്ച എന്ന അനുമാനത്തിലേക്ക് എത്താൻ കാരണം? അശ്വതി, ആ നിലയിൽ നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. തീർച്ചയായും ലോകക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായും ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ബാധിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം ആണ്. വിഭവ സമാഹരണത്തിനടക്കം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമാണ്. ഉൽപാദനക്ഷമതയിൽ മറ്റു പല രാജ്യങ്ങളുമായി, അതായത് ജനസംഖ്യ ആനുപാതികമായി താരതമ്യം ചെയ്യുമ്പോൾ പിന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ ഉള്ള ഒരു രാജ്യമാണ് എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാകുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അത് പ്രധാനമായും അതായത് മാനവ വിഭവ ശേഷിയെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഈ കുടിയേറ്റങ്ങൾ ഇന്ത്യയിൽ നിന്ന് വ്യാപകമായി ജനങ്ങൾ പുറത്തേക്കും മറ്റുമൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ത്യക്ക് കൂടുതൽ മുതൽക്കൂട്ടാകേണ്ട ആളുകൾ
ആളുകൾ തന്നെയാണ്, വിദ്യാസമ്പന്നരായ ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ വിദേശങ്ങളിലേക്ക് അടക്കം പോവുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ കൂടിയായിരുന്നു സാമ്പത്തിക അവലോകന റിപ്പോർട്ടുമേ ചൂണ്ടിക്കാണിച്ചത്. മറ്റൊന്ന് അശ്വതി, തീർച്ചയായും ഈ ലോക സാമ്പത്തിക ക്രമത്തിൽ ഉണ്ടാകുന്ന മാന്ദ്യം എന്നത് ഇന്ത്യയിൽ പ്രതിഫലിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയുടേതായ തനത് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് വിളനാശം എന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമ്മൾ കർണാടകത്തിലെ ഈ വാർത്ത, അതായത് എന്തുകൊണ്ടാണ് ഈ ബജറ്റ് അവതരണത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകാതെ പോകുന്നത് എന്നത്, കർണാടകയിലെ ഷിരൂരിൽ മലയാളിയായ അർജുൻ മണ്ണിനടിയിലാണ്. ഇപ്പോഴും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഊർജിതമായ ശ്രമം തുടരുന്നു. അതിന് തന്നെയാണ് നമ്മൾ പ്രാമുഖ്യം നൽകുന്നത്. ഇത്തരത്തിലുള്ള കലാമിറ്റികൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നത് ഏറ്റവും അധികം വേട്ടയാടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഒരു പക്ഷേ ഉത്തരേന്ത്യയിലെ കാർഷിക മേഖലയിലൊക്കെ ഉണ്ടാകുന്ന വിളനാശം എന്നത് ഹെക്ടർ കണക്കിന് ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിളനാശം ഉൾപ്പെടെ കാർഷിക രംഗത്ത് ചെറിയ തോതിലുണ്ടാകുന്ന മാന്ദ്യം, ഉൽപാദനത്തിലുണ്ടാകുന്ന കുറവ്, ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ വളർച്ചയെ, GDP-യെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അത്തരം സാഹചര്യം കൂടി, കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായിട്ടുള്ള സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ആണ് ഇപ്പോൾ മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കമ്പാരിറ്റീവ്ലി അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷവുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 7% എത്താം. അത് അനുമാനം മാത്രമാണ്. ഒരുപക്ഷെ മറ്റ് സാഹചര്യങ്ങളിലേക്ക് എത്തിയാൽ 7% മുകളിലേക്ക് പോകാം. കഴിഞ്ഞ തവണത്തേതുപോലെയൊക്കെ 8% എന്ന ശരാശരി GDP-യിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷയനുസരിച്ച് ഈ GST വരുമാനം എന്നത് വരും വർഷങ്ങളിലും അല്ലെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ വിവിധ പാദങ്ങളിൽ അടക്കം വർദ്ധിക്കും എന്ന ഒരു പൊതു വിലയിരുത്തലും നിരീക്ഷണവും ഒക്കെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രത്യക്ഷ നികുതി വരുമാനത്തിലും അതോടൊപ്പം തന്നെ GST വരുമാനത്തിലും റെക്കോർഡ് നേട്ടത്തോടു കൂടിയാണ് സർക്കാർ തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് വരുമാനം ലഭിക്കുന്ന പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക. ഒപ്പം ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ ആണ്. അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പൊതുവെ നിലനിൽക്കുന്നത്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും ലാഭത്തിലാണ് പോകുന്നത്. ആ ലാഭത്തിൽ പോകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി എന്തിനാണ് വിറ്റഴിക്കുന്നത്? അത് രാജ്യത്തിന് നഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. അത് സ്വകാര്യവൽക്കരണത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന ഒരു വശം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനങ്ങൾ നടത്തുക, വ്യവസായ സ്ഥാപനങ്ങളെ പോലെ അല്ല സർക്കാർ പ്രവർത്തിക്കേണ്ടത്. മറിച്ച് അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും നിയന്ത്രിക്കുക എന്നതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വമെന്ന മറുനിരീക്ഷണം കൂടിയുണ്ട്. എന്തു തന്നെയായാലും ഓഹരി വിറ്റഴിക്കൽ എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഒരു പ്രക്രിയയാണ്. അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ കൂടുതലായി വിറ്റഴിച്ചാൽ ആ ഓഹരികൾ വാങ്ങുവാൻ കൂടുതൽ ആളുകൾ തയ്യാറാകുമെന്നും അങ്ങനെ ആ ഓഹരികൾക്ക് മികച്ച മൂല്യത്തോടുകൂടി വിറ്റഴിക്കാൻ സാധിക്കുമെന്നുമുള്ള പൊതുവിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിദേശ നിക്ഷേപം സ്വീകരിക്കുവാനുള്ള, നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വീകരിക്കുവാനുള്ള അവസരങ്ങൾ അതിപ്പോൾ രാജ്യത്ത് വ്യാപകമാണ് എന്ന് നമുക്കറിയാം. അതിന്റെ പരിധി അടക്കം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകാം. പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത് വരുന്ന സാമ്പത്തിക വർഷങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും ഒക്കെ ആകാം ഈ ഉൽപാദന രംഗത്ത് ലോകത്തെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ചൈനയുടെ ഉൽപാദനശേഷി നമുക്ക് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ കയറ്റുമതി ശേഷിയും അറിയാവുന്നതാണ്. കേരളത്തിൽ നമ്മൾ അടക്കം ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കൾ പരിശോധിച്ചാൽ അതിലെല്ലാം മെയ്ഡ് ഇൻ ചൈന എന്ന് നമുക്ക് തീർച്ചയായും KP അഭിലാഷാണ് ന്യൂസ് ഡെസ്കിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 11 മണിക്കാണ് ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. വാർത്തയുടെ വിശദാംശങ്ങൾ വരും മണിക്കൂറിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.